കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗവർണർ സർക്കാർ പോരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന 5 വർഷക്കാലം ഉണ്ടായത്. സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ രീതി. ഏറ്റവും ഒടുവിൽ സുപ്രീംകോടതി വരെ എത്തി ഗവർണറും സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ. സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത്. മുൻ ഗവർണർമാരിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരുമായി നിരന്തരം പോരിലേർപ്പെട്ട ഗവർണറെയാണ് കേരളം കണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ കാത്തുനിന്നു. ചിലപ്പോഴൊക്കെ പ്രതിപക്ഷത്തേക്കാൾ സർക്കാരിനെ വിമർശിക്കുന്ന നാവായി ഗവർണർ നിലകൊണ്ടു. സർക്കാരിന് മുകളിലാണ് തന്റെ അധികാരമെന്ന് പറഞ്ഞാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഭരിച്ചത്. കൈകടത്താൻ കഴിയുന്ന സർവകലാശാല ഭരണത്തിൽ ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം പോയി ആരിഫ് മുഹമ്മദ് ഖാൻ. 9 സർവകലാശാല വൈസ് ചാൻസലർമാരോട് രാജിവെച്ചു പോകാൻ ആവശ്യപ്പെട്ടു. VC നിയമനങ്ങളും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയോ സർക്കാരിനെയോ ഗൗനിക്കാത്തതിൽ വ്യാപക വിമർശനം നേരിട്ടു. ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കേരള ഗവർണറെ തെരുവിൽ തടയുന്നതിൽ വരെ എത്തി. പ്രതിഷേധത്തെയും ഗവർണർ ആയുധമായി കണ്ടു. തന്റെ സുരക്ഷയ്ക്കായി കേന്ദ്ര സേനയെ വരെ ഇറക്കി. ധനമന്ത്രി KN ബാലഗോപാലിനോട് അതൃപ്തിയുണ്ടെന്ന് കാണിച്ച് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ് ഗവർണറുടെ നടപടികളിൽ ഏറ്റവും കടുപ്പമുള്ളത്. PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടേതായി വന്ന മലപ്പുറം പരാമർശത്തെ ചൊല്ലി ഗവർണർ തൊടുത്ത ആരോപണങ്ങൾ ഏറ്റുമുട്ടലിനെ ഉച്ചസ്ഥായിയിലെത്തിച്ചു. മുഖ്യമന്ത്രിക്ക് വിശ്വാസ്യതയില്ലെന്ന് ഗവർണറും ആരിഫ് മുഹമ്മദ് ഖാൻ ഗൂഢലക്ഷ്യമെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചതോടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സർക്കാർ ഗവർണർ പോരിന് സംസ്ഥാനം സാക്ഷിയായി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ വിടാൻ ഉദ്ദേശമില്ലെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറെയും കുറേ കാലം കണ്ടു. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനം ഒഴിവാക്കി വായിച്ചും ഗവർണർ വിധേയത്വം കാണിച്ചു. ഭിന്നത രൂക്ഷമായ സമയത്ത് 78 സെക്കൻഡിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു നിർത്തി പ്രതിഷേധിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെയും പരമാവധി വൈകിപ്പിച്ചും റബ്ബർ സ്റ്റാമ്പ് അല്ലെന്ന് സർക്കാരിനെ വെല്ലുവിളിച്ചു. ഗവർണറുടെ അധികാരം തന്നെ വെട്ടിക്കുറയ്ക്കുവാനുള്ള ബില്ലുകൾ വരെ അവതരിപ്പിക്കേണ്ടി വന്നു സർക്കാരിന്. ഗവർണർക്കെതിരെ സുപ്രീം കോടതി വരെ നീണ്ട നിയമപോരാട്ടവും സർക്കാർ നടത്തി. ഏറ്റവും ഒടുവിൽ ഗവർണറുടെ ക്രിസ്മസ് വിരുന്ന് ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിലപാട് കടുപ്പിച്ച സമയത്തു കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.